ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ആരുടെയൊക്കെ മുന്നിലേക്കാണോ എത്തിയിരിക്കുന്നത്, ആ ഒരു സമയം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? അവരുടെ ഒരു കറന്റ് തോട്ട്സും അതുപോലെ തന്നെ അവരുടെ ഒരു കറന്റ് ഫീലിങ്സും ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നന്നായിട്ട് നിങ്ങളുടെ പേഴ്സന്റെ മുഖം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. അവരുടെ പേര്, അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുമിച്ചുള്ള ഒരു നല്ല നല്ല മൊമെന്റ്സ്, ഇതെല്ലാം നിങ്ങൾ തിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പൊ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ല ഒരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ആദ്യമേ തന്നെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് മാക്സിമം വീഡിയോ ആയിട്ട് കണക്ട് ആവാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. The Chariot, Four of Wands, Queen of Swords, Five of Wands, Queen of Coins, Ace of Cups, the Hanged Man, Knight of Wands, Seven of Cups, Knight of Coins, Four of Coins, Eight of Swords, Two of Coins, Death and Rebirth, Justice, Seven of Coins, Seven of Wands, Ten of Wands, ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കോയിൻസ് ആണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യമേ തന്നെ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി എന്താണ് എന്നുള്ളതും അവരുടെ തോട്ട്സും ഫീലിങ്സും. റിലേഷൻഷിപ്പിന്റെ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു സ്ട്രെങ്ത്തിലൂടെ പോകുന്ന ഒരു അവസ്ഥയല്ല, എന്നാൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനും അല്ല. പൂർണ്ണമായിട്ടും നിലച്ചുപോയ ഒരു റിലേഷൻഷിപ്പ് ആയിട്ടല്ല കാണിച്ചിരിക്കുന്നത്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണ്. വേണോ വേണ്ടയോ എന്നുള്ള രീതിക്ക് ആടി ഉലയുന്ന ഒരു തരം അവസ്ഥ. നിങ്ങളുടെ പേഴ്സൺ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സ്നേഹം ഉണ്ടെങ്കിൽ പോലും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അവർ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഇതുവരെ തയ്യാറെടുത്തിട്ടില്ല. നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം ഇവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കാനായിട്ട്. അവരങ്ങോട്ട് ഓപ്പൺ ആവാത്തൊരവസ്ഥയാണ്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു നിന്നുള്ള വ്യക്തികളുടെ സ്വാധീനം, തേർഡ് പാർട്ടി എനർജിയൊക്കെ വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് ഇവരുടെ കാഴ്ചപ്പാടുകൾക്ക് ഒരു മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന ഇവരുടെ എനർജി എന്ന് പറയുന്നത് വേണോ വേണ്ടയോ എന്നുള്ള രീതിക്കായിരുന്നു. അല്ലെങ്കിൽ ഇവരുടെ മുന്നിലേക്ക് ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നൊരു സമയത്ത്, അല്ലെങ്കിൽ എന്താണ് റിലേഷൻഷിപ്പിൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു സമയം വന്നപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തി പോയിരിക്കുന്നവരാണ്. അതുപോലെ സാമ്പത്തികപരമായ കാര്യങ്ങളിലേക്കൊക്കെ കുറച്ചൊരു നോട്ടമുള്ള ഒരു പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത്. ഇവിടെ ഫോർ ഓഫ് കോയിൻസ് ഒക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ അവരുടെ സമ്പത്തൊന്നും വിട്ട് കളിക്കില്ല. അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഭയങ്കരമായിട്ടൊരു ആക്രാന്തം എന്നൊക്കെ പറയുമല്ലോ, അതുപോലത്തെ ഒരു എനർജി ഉള്ളവരാണ്. അതുപോലെ ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിലും ഒരു പരിധി വിട്ട് പുറത്തേക്ക് പ്രകടിപ്പിക്കാത്ത ഒരു വ്യക്തിയാണ് ഇവര്. എല്ലാം ഉള്ളിൽ തന്നെ ഇങ്ങനെ കൊണ്ടുനടക്കും. സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സ്നേഹമുണ്ട്, പക്ഷെ അവരത് എക്സ്പ്രസ് ചെയ്യില്ല. ഇവർക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോകുമെന്നൊരു ചിന്തയായിരിക്കാം ഒരുപക്ഷെ ഇമോഷൻസ്, സ്നേഹമൊക്കെ കൂടുതലായിട്ട് പ്രകടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇവരല്ലാതെയായി പോകുമോ, അങ്ങനെ ഒരു കോംപ്ലക്സ് ഉള്ള ഒരു പേഴ്സൺ ആണ് ഇവര്.
ഇവര് ഒരുപക്ഷെ ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയി മാറുമായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ ഒരു നല്ല ഭംഗിയായിട്ട് മുന്നോട്ടേക്ക് പോയേനെ. അത് പറയാൻ കാരണം നിങ്ങളുടെ ബന്ധം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവരുടെ രീതികൾ ഇങ്ങനെയല്ല. ആ ഒരു സമയത്തൊക്കെ ഇവർ ഭയങ്കരമായിട്ടൊരു റൊമാൻറ്റിക് പേഴ്സൺ ഒക്കെ ആയിരുന്നു. അപ്പൊ ഇവരുടെ ഉള്ളിൽ റൊമാൻസ് ഇല്ലാഞ്ഞിട്ടല്ല, ഇവര് പോകെ പോകെ നിങ്ങളിൽ നിന്ന് ഒരു ഗ്യാപ്പ് എടുത്ത് മാറിപ്പോയവരാണ്. അവരുടേതായ കാര്യങ്ങളിലേക്ക് ഒരു സെൽഫിഷ്നെസ് എനർജി ഇവർക്ക് കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ കടന്നു വന്ന് ഇപ്പൊ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റക്ക് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയാണ് റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷനിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ഇവർക്ക് ഹാങ്ഡ് മാൻ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആദ്യമേ തന്നെ പറയാം, ഇവരുടെ കാഴ്ചപ്പാടുകൾ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ ജീവിതത്തിനെ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ മറ്റൊരു വിഷനിലൂടെ ഇവർ നോക്കി കാണാനായിട്ട് ശ്രമിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം, ഇവരുടെ മനസ്സിലേക്കാണ് നമ്മൾ നോക്കുന്നത്. അവർ പുറമേ കാണിക്കുന്നില്ലെങ്കിൽ പോലും എന്താണ് അവർ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് തോന്നുന്ന ആ ഒരു ഫീലിങ്സ്, കറന്റ് ഫീലിങ്സ് എന്താണ്. ഇവിടെ നമുക്ക് 8 ഓഫ് കോയിൻസ് വന്നിട്ടുണ്ട്. 8 ഓഫ് കോയിൻസ് എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു പേഴ്സൺ ഇത്രയും നാളും ഇവരുടെ ആ ഒരു സമ്പത്ത് ആണെന്നുണ്ടെങ്കിലും ഇവരുടെ കരിയർ ആണെന്നുണ്ടെങ്കിലും ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോട് ഭയങ്കരമായ ഒരു അഡിക്ഷൻ വന്നിട്ട് അതിനെ മാത്രം ചുറ്റിപ്പണഞ്ഞിരുന്നവരാണ്. അത് മാത്രമാണ് അവരുടെ ജീവിതം എന്നുള്ള രീതിക്ക് ഇരുന്നവരാണ്. പക്ഷേ ആ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ അവർക്ക് അപ്രതീക്ഷിതമായിട്ട് മുറിവേൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇവർ എന്താണോ സന്തോഷം എന്ന് കരുതിയിരുന്നത് അവിടെ നിന്നും അവർക്ക് സന്തോഷം മാത്രമല്ല ലഭിച്ചിരിക്കുന്നത്. സന്തോഷം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ ആ ഒരു സന്തോഷം ആനന്ദിക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു തിരിച്ചടി, ഒരു ഫിനാൻഷ്യൽ ലോസ്, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതുമൂലം ഫിനാൻഷ്യലി കുറച്ചധികം സ്ട്രഗിളിങ്സ് നേരിടുക. അതുപോലെ ഇവർ ജോലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിനസ് ഒക്കെ ആയിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ഒരു തിരിച്ചടി കാര്യങ്ങളൊക്കെ നേരിട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അവർക്ക് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ആ ഒരു സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ലൈഫ് എന്ന് പറയുന്നത്. അവിടെ റിലേഷൻഷിപ്പിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഇവരിപ്പോ നിങ്ങളെ വേദനിപ്പിച്ചൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ നിന്ന് വീണിരിക്കുന്ന ആ ഒരു കണ്ണുനീര് എന്ന് പറയുന്നത് ആ ഒരു കർമ്മയായിട്ട് ഇവരെ പിന്തുടരും. അപ്പൊ അവരിപ്പോ മനസ്സിലാക്കുന്ന കാര്യം അത് തന്നെയാണ്. ഒരുപക്ഷെ ഇവര് നിങ്ങളെ വേദനിപ്പിച്ചത് കൊണ്ടായിരിക്കാം ഇവരിൽ നിന്ന് ആ ഒരു നന്മകൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളെല്ലാം അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു റിപ്പീറ്റ് ചെയ്ത വേദനകളിലൂടെ കടന്നു പോകുന്നവരാണ് ഇവര്. അപ്പൊ ഇവർക്ക് തന്നെ ഒരു മാറ്റം ഇപ്പൊ വേണമെന്ന് ഇവർ ആഗ്രഹിക്കുകയാണ്. സ്വന്തം intuition അനുസരിച്ച് അല്ലെങ്കിൽ സ്വന്തം inner voice പറയുന്നത് അനുസരിച്ച് മുന്നോട്ടേക്ക് പ്രവർത്തിക്കണം. അപ്പൊ സ്വന്തം intuition പറയുക എന്ന് പറയുമ്പോൾ മനസ്സ് ഇവരോട് പറയുന്ന നീതിപൂർവ്വം ഈ റിലേഷൻഷിപ്പിൽ പെരുമാറുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നമുക്ക് ജസ്റ്റിസ് തന്നെയാണ് വന്നിരിക്കുന്നത്. നീതിപൂർവ്വം നിങ്ങളോട് പെരുമാറണം. അതിന് വേണ്ടിയിട്ട് ഇവരുടെ എനർജീനെ ഇവർ ഇൻക്രീസ് ചെയ്യണം. അല്ലെങ്കിൽ ഇവരുടെ ഇമോഷൻസ് ഒന്നും ഇതുവരെ ഇവർ പുറത്തേക്ക് എടുക്കാതെ അടിച്ചമർത്തി വെച്ചിരിക്കുന്നവരായിരുന്നു. ഇവരായിട്ട് തന്നെ അതൊന്നും വേണ്ട എന്നുള്ള രീതിക്കൊക്കെ നിന്നവരായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു പേഴ്സൺ ആ ഒരു എനർജീനേക്ക് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല ഇവിടെ മാനിഫെസ്റ്റേഷൻ മജീഷ്യൻ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവര് നിങ്ങളുടെ ലൈഫിലേക്ക് ആത്മാർത്ഥമായിട്ട് ആ ഒരു സ്നേഹവുമായിട്ട് കടന്നു വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവർ ഒരിക്കലും അത് പുറമേ കാണിക്കാൻ സാധ്യതയില്ല. കാരണം ഇവിടെ ചാരിറ്റി എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇമോഷൻസ്, അതിപ്പോ ദേഷ്യമോ സങ്കടമോ എന്ത് തന്നെയാണെങ്കിലും റൊമാൻസ് ആണെങ്കിൽ പോലും അവരുടെ ഇമോഷൻസിനെ എല്ലാം അവരിങ്ങനെ സ്വയം നിയന്ത്രിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷെ ചാരിറ്റി എനർജി എന്ന് പറയുമ്പോൾ അവരുടെ ഇമോഷൻസ് അവരുടെ നിയന്ത്രിക്കാൻ കാരണം ഇതൊരു കുതിച്ചുചാട്ടത്തിന് മുമ്പുള്ള ഒതുക്കം എന്നൊക്കെ പറയാം. എന്ന് വെച്ചാൽ അവർ ആ ഒരു പതുങ്ങിയിരിക്കുന്നത് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വൈകാരികപരമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് ആഗ്രഹിച്ചിട്ടാണ്. അതിന് മുന്നോടിയായിട്ട് ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നു. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ദേഷ്യം ആയിക്കൊള്ളട്ടെ, അവരുടെ ഒരു ഈഗോ ആയിക്കൊള്ളട്ടെ, അതിനെ എല്ലാത്തിനെയും ഒന്ന് മിനിമലൈസ് ചെയ്യുക. ഒരു സാധാരണയായിട്ടുള്ള ജീവിതത്തിലേക്ക് ഇറങ്ങി വരിക. അതിനുശേഷം നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യാം. അങ്ങനെ അപ്രോച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിലാണ് ഒരുപക്ഷെ നിങ്ങൾ അവരെ സ്വീകരിക്കുകയുള്ളൂ എന്നൊരു തോന്നലും അവരിൽ വന്നിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു രീതിയിലേക്കൊക്കെ ചിന്തിക്കുന്നത്. യഥാർത്ഥമായ സ്നേഹം അവരുടെ കയ്യിലിരുന്ന സമയത്താണ് അവർ ആ ഒരു ഫേക്ക് ആയിട്ടുള്ള സ്നേഹത്തിന്റെ പുറകെയൊക്കെ പോയിരിക്കുന്നത്. ഫേക്ക് ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു രീതിയിലേക്ക് പോയവരായിക്കൊള്ളട്ടെ, ഇനി അല്ല മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോയവരായിക്കൊള്ളട്ടെ, എന്താണെന്നുണ്ടെങ്കിലും അവർ യഥാർത്ഥമായ സ്നേഹത്തിന്റെയും അല്ലെങ്കിൽ ആ ഒരു തീവ്രതയും മനസ്സിലാക്കാതെയാണ്, ആ ഒരു ജെന്യൂനിറ്റി കാണാതെയാണ് പോയിരിക്കുന്നത്. അപ്പൊ പോയ പോക്കില് പോയപ്പോ സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും പോകെ പോകെ അതിനൊരു നിലനിൽപ്പില്ലാതെയായി മാറി. അപ്പൊ നിലനിൽപ്പോട് കൂടി എന്ത് കാര്യവും ലൈഫിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ സമ്പത്തോ സ്നേഹമോ എന്ത് നിൽക്കണം എന്നുണ്ടെങ്കിലും
ഒരു നീതി അവിടെ പുലർത്തണം. അപ്പൊ ഇവർ ആ ഒരു നീതി പുലർത്താതെ ചെയ്തിരുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിലേക്കൊക്കെ സംഭവിച്ചത്. അപ്പൊ ഇപ്പൊ ഇവർ എന്തായാലും നിങ്ങൾക്ക് ഒരു പ്രാധാന്യം നൽകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിൽ തന്നെയാണ് എല്ലാ രീതിക്കും നിന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറഞ്ഞു വരാം. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ ചാരിറ്റി എനർജി വന്നിരിക്കുന്നതുകൊണ്ട് ഇവർ ഇവരുടെ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്ത് ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മുന്നോടിയായിട്ട് സ്വയം പ്രാപ്തമായിക്കൊണ്ടിരിക്കുകയാണ്. അവരെ തന്നെ അവർ എനർജൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ എനർജീനെ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടെ ഇവരുടെ എനർജി എന്ന് പറയുമ്പോൾ വൈകാരികപരമായ എനർജി ഇവരിൽ ഡെത്ത് ആയി പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈഗോ കാര്യങ്ങളെല്ലാം വന്ന് നിറഞ്ഞിട്ട് ഇവർക്ക് ഇവരെ തന്നെ നഷ്ടപ്പെട്ടു പോയി. അല്ലെങ്കിൽ ഇവരുടെ ഉള്ളിൽ സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ട് എന്നുള്ളത് ഇവര് തന്നെ മറന്നു പോയിട്ടുണ്ട്. അപ്പൊ ആദ്യം ആ ഒരു കാര്യത്തിനെ സ്വയം തിരിച്ചറിയണം. അതിന് വേണ്ടിയിട്ടാണ് പുറമെ ആദ്യമേ തന്നെ ഒരു ഭയങ്കരമായിട്ട് പെട്ടെന്ന് വന്നിരിക്കുന്ന ചേഞ്ചിൽ നിങ്ങളോട് വന്ന് എക്സ്പ്രസ് ചെയ്യാത്തത്. മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന സ്വയം ഒന്ന് നിയന്ത്രണാതീതമായതിനു ശേഷം നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കുക എന്നുള്ള രീതിയാണ്. ഇവിടെ 4 of Wands ആണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതൊരു മാരേജ് കാർഡ് ആണ്. ഇതൊരു മാനിഫെസ്റ്റേഷൻ എനർജി ആണ്. ഒരു കമ്മിറ്റ്മെന്റ് ആണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് നൽകണമെന്ന് അതിയായ ആഗ്രഹം വന്നു തുടങ്ങിയിട്ടുണ്ട്. അവർ മനസ്സുകൊണ്ട് നിങ്ങളെ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു ലോങ് ടേമിലേക്ക് പോവാനായിട്ട് മാരേജ് കാർഡ് എന്ന് പറയുമ്പോഴേക്കും പകുതി വെച്ചിട്ട് ഇട്ടിട്ട് പോകുന്ന ബന്ധമല്ല, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. അതിപ്പോ വിവാഹം കഴിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്. ചിലപ്പോൾ നിങ്ങൾ വിവാഹം കഴിഞ്ഞവരായിരിക്കാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കമ്മിറ്റ്മെന്റിലൂടെ ഒരുമിച്ച് മുന്നോട്ടേക്ക് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും വീണ്ടും ആ ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ആ ഒരു റീകണക്ഷൻ കൊണ്ടുവരണം. വീണ്ടും നിങ്ങളുമായിട്ട് കണക്ട് ആവണം. ആ ഒരു കണക്ഷനിലൂടെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വിജയം വേണവും താനും. അപ്പൊ ആ ഒരു രീതിയിലേക്കൊക്കെ ഇവർ ഒരുപാട് ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ ഈ രീതിക്കൊന്നും ഇവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള വ്യക്തികൾ തന്നെയാണ്. ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇവർ സമൂഹത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിലൊക്കെ നല്ല പേരെടുത്ത് നിൽക്കുന്ന വ്യക്തികളായിരിക്കും. ചിലപ്പോൾ കരിയർ വൈസ് ആണെന്നുണ്ടെങ്കിലൊക്കെ നല്ല രീതിക്ക് നിൽക്കുന്നവരായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ഇവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ തിരഞ്ഞെടുക്കാം. പക്ഷെ ഈ ഒരു സമയം ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്ന നിങ്ങളെ തന്നെയാണ്. നിങ്ങളെ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വന്നിരിക്കുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള വേദനകൾ അതിലൂടെ ഇവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളോട് ചെയ്തിരുന്ന ആ ഒരു നീതിപൂർവമല്ലാത്ത പ്രവൃത്തി കൊണ്ടാണ് അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നേരിട്ടിരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വളരെ ബുദ്ധിപൂർവം ചിന്തിച്ചതിന് ശേഷം ആ ഒരു ഈഗോ കാര്യങ്ങളെല്ലാം ഇറക്കി വെച്ചതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളോടുള്ള താല്പര്യത്തിൽ ഒരു പരിധി വരെ നിയന്ത്രണം കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പ്രാധാന്യം നൽകുക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂ നൽകുക. ഇതുവരെ തരാതിരുന്ന ആ ഒരു വാല്യൂ എല്ലാം നിങ്ങൾക്ക് നൽകണം. ആ ഒരു പ്രയോറിറ്റി എല്ലാം നിങ്ങൾക്ക് നൽകണം. അവരുടെ സ്നേഹം എല്ലാ രീതിക്കും ഏറ്റുവാങ്ങാനായിട്ട് യോഗ്യനായ അല്ലെങ്കിൽ യോഗ്യയായ ഒരു പേഴ്സൺ നിങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് തടസ്സങ്ങളുണ്ട്. 5 of Wands എന്ന് പറയുമ്പോൾ ഒന്നിലധികം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് ഒരു തേർഡ് പാർട്ടി മാത്രമല്ല, ഇമോഷൻസ് ആയിട്ടും ഇപ്പോൾ ചിലപ്പോൾ ഫാമിലി ആയിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ തന്നെ ഇമോഷൻസ് അതും ഒരു മെയിൻ കാരണമാണ്. അപ്പൊ ഒന്നിലധികം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ ബന്ധത്തിലുണ്ട്. പക്ഷേ എന്തൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും ഇവിടെ നമുക്ക് 7 of Wands ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു പേഴ്സൺ നമുക്ക് കാണാൻ സാധിക്കും ഇവരുടെ കയ്യിൽ ഒരു മഴുവാണ് ഇരിക്കുന്നത്. അപ്പൊ മുന്നിൽ എന്തൊക്കെ വന്നാലും അതിനെയെല്ലാം അടിച്ച് ഒതുക്കിയതിന് ശേഷം നിങ്ങളിലേക്ക് എത്തും. ഇത് അവരുടെ ഒരു സ്ട്രോങ് ഡിസിഷൻ ആണ്. അവരെടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പൊ അവരുടെ ആ ഒരു തീരുമാനത്തിനെ മുൻനിർത്തിയാണ് അവരിപ്പോ മുന്നോട്ടേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നോടി എന്നവണ്ണമാണ് അവർ മനസ്സിനെ തന്നെ prepare ചെയ്യുന്നത് അല്ലെങ്കിൽ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം ഒരു painful ആയ എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത്. ശരീരത്തിലേക്ക് ഒരുപാട് അമ്പുകൾ കുത്തിയിറക്കിയാൽ എങ്ങനെയായിരിക്കും വേദന, അതുപോലെ ഒരു അവസ്ഥ. അതുപോലെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവർ ഈ ഒരു painful ആയ എനർജിയിൽ നിൽക്കുമ്പോൾ ഇവരെ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത് ഒരു കഴുതയായിട്ടാണ്. കഴുതയായിട്ടെന്ന് പറയുമ്പോഴേക്കും തെറ്റായ തീരുമാനം എടുത്തിട്ട് സ്വയം വേദനിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. അപ്പൊ അവർക്ക് തന്നെ റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അവർ ചെയ്ത തീരുമാനം അല്ലെങ്കിൽ എടുത്ത തീരുമാനം, പ്രവർത്തിച്ച കാര്യങ്ങൾ ഇതെല്ലാം തെറ്റായിരുന്നു എന്നുള്ളത്. അപ്പൊ ആ ഒരു മുഖം നിങ്ങളെ കാണിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. ഇവർ ആദ്യമേ ഇവരെ ഒന്ന് okay ആക്കിയിട്ട് അല്ലെങ്കിൽ ഇവരുടെ എനർജീനെ ഒന്ന് ബാലൻസ് ചെയ്തതിന് ശേഷം നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് നേരിട്ട് വന്ന് കാണുകയോ അതൊക്കെ ചെയ്യാം. അപ്പൊ ആദ്യം സ്വയം ഒന്ന് okay ആവണം. ഈ ഒരു അവസ്ഥയിൽ നിങ്ങളെ കാണാൻ വരിക എന്ന് പറയുമ്പോഴേക്കും ഇവിടെ വന്നിരിക്കുന്ന ഈഗോയാണ്. ഇവർക്ക് കുറച്ചൊരു ഈഗോ കൂടുതലായിട്ടുള്ള പേഴ്സൺ തന്നെയാണ്. ചെറിയ രീതിക്കൊന്നും അല്ല. ഇപ്പൊ ഈ ഒരു സമയത്താണെങ്കിലും നിങ്ങളെ ഇവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും
അവരുടെ ആ ഒരു വേദനിക്കുന്ന മുഖം നിങ്ങൾ കാണരുതെന്നും കൂടെ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഈഗോ മാത്രമല്ല, ഇവിടെ അവരുടെ ഒരു എനർജിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലെ കാര്യത്തിൽ എല്ലാം ഇവരായിരിക്കാം ഭയങ്കര ടൈം ടേബിൾ ആയിട്ട് നോക്കി കണ്ടൊക്കെ ചെയ്തിരുന്നത്. നിങ്ങൾക്ക് ഭയങ്കര ഒരു കെയറിങ് ആയിരിക്കുക, ഭയങ്കരമായ ഒരു സപ്പോർട്ട് ചെയ്യുന്ന പേഴ്സൺ, അങ്ങനെയൊക്കെ നിന്നവരാണ്. അപ്പൊ ഇവര് ചിന്തിക്കുന്നത് ഇവർ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇവർ അങ്ങനെ അല്ലാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഭയങ്കരമായി കഠിനമായ ഒരു വേദനകളിലൂടെയൊക്കെയാണ് മുന്നോട്ടേക്ക് കടന്നു പോകുന്നത്. അപ്പൊ അവരുടെ ഈ ഒരു അവസ്ഥ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അവരോടുള്ള ഒരു റെസ്പെക്റ്റോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് കുറഞ്ഞു പോയാലോ, ആ ഒരു കോംപ്ലക്സ് തന്നെയാണ് ഇവരിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് കടന്നു വരാതെ ഇവരെ ആദ്യം ഒന്ന് ശരിയാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ഇവരുടെ എനർജീനെ ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്തതിന് ശേഷം നിങ്ങളിലേക്ക് വരാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഡിസിഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ എടുത്തിരിക്കുന്ന പേഴ്സൺ ആണ്. നൈറ്റ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, അതുപോലെ നൈറ്റ് ഓഫ് കോയിൻസ് വന്നിട്ടുണ്ട്. എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് അല്ല, അവരൊരു സ്ട്രോങ് ഡിസിഷനിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു റീബർത്ത് നിങ്ങളുടെ ബന്ധത്തിൽ വേണം. ഇതുവരെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഏതാ വേണ്ടത്, നിങ്ങൾ വേണോ അതോ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ വേണോ എന്നുള്ള രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ ഇട്ട് കളിച്ചവരാണ്, തട്ടിക്കളിച്ചവരാണ്. നിങ്ങളുടെ ഇമോഷൻസിന് വാല്യൂ നൽകാതെ നിങ്ങളുടെ ഇമോഷൻസിനെ വെച്ച് കളിച്ചവരാണ്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുപോകാൻ സാധിക്കുന്നുമില്ല എന്ന് ഈ ഒരു വ്യക്തി ഒരു സ്ട്രോങ് ഡിസിഷൻ നിങ്ങളോടൊട്ട് പറയുന്നുമില്ല. നിങ്ങൾ പോകരുതെന്നും പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ നിൽക്കുന്നതിൽ അർത്ഥമില്ലാത്തൊരു സിറ്റുവേഷൻ. അപ്പൊ അതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സമയം നിങ്ങൾ അതിൽ നിന്നൊക്കെ മൂവ് ഓൺ ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും വരുമ്പോൾ അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണ്. ഇവർ തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇനി ഇവർ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയും ആയിക്കൊള്ളട്ടെ എന്നൊരു മെന്റാലിറ്റി ഒക്കെ ചിലപ്പോൾ നിങ്ങളിൽ വന്നിട്ടുണ്ടായിരിക്കാം. പൂർണ്ണമായിട്ട് നിന്ന് പോയിട്ടില്ലെങ്കിലും ഈ ഒരു പേഴ്സന്റെ ഈ ഒരു കാണിക്കല് വളരെയധികം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രേ ചെയ്തിട്ടുണ്ട്, ഒരുപാട് യൂണിവേഴ്സ് ആയിട്ട് അടുത്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഈ റിലേഷൻഷിപ്പിൽ ഇനിയെങ്കിലും ആക്കി തരണം എന്നൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് കരഞ്ഞ് അപേക്ഷിച്ചവരൊക്കെ ആയിരിക്കാം. അപ്പൊ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനകളൊക്കെ തന്നെയായിരിക്കാം ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന പേഴ്സന്റെ മനോഭാവത്തിൽ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സിൽ ഈ ഒരു രീതിയിലേക്കൊക്കെ നമുക്ക് തോന്നിയിരിക്കുന്നത്. റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് കൊണ്ടുവരാൻ തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നിലച്ചുപോയ ബന്ധം അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പെയിൻഫുൾ ആയ എനർജീസ് കംപ്ലീറ്റ്ലി ഡെത്ത് ആയിട്ട് അവിടെ നിന്നും നിങ്ങളുടെ ബന്ധത്തിൽ നീതിപൂർവമായ ഒരു പുതിയ തുടക്കം, അത് ഇവരുടെ ഭാഗത്തു നിന്നാണ് ഇവർ എഫേർട്ട് എടുക്കേണ്ടത്. ആ ഒരു കാര്യങ്ങളിൽ ഇവർ ഓക്കെയാണ്, മനസ്സുകൊണ്ട് ഇവർ ഓക്കെയാണ്. ഇനി അവർക്കത് പ്രവർത്തിക്കേണ്ട സമയമാണ്. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു എനർജിനെ ഇൻക്രീസ് ചെയ്യുക, ആ ഒരു സെൽഫ് ലവിലേക്കൊക്കെ കൂടുതൽ വരാനും അവരുടെ ആ ഒരു ഈഗോ കാര്യങ്ങളെയൊക്കെ ഒന്ന് മാറ്റി നിർത്താനും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങളോട് പെരുമാറുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതി എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവര് ആ ഒരു സ്നേഹം, റൊമാൻസ് ഒക്കെ ഒന്ന് പ്രകടിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം നിങ്ങൾ. ഉള്ളിൽ മാത്രം വെക്കുന്നവരല്ല, എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ തന്നെ ആയിരിക്കാം, ഇമോഷൻസ് ഒക്കെ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നത് തന്നെയാണ്. അപ്പൊ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ പൂർണ്ണമായിട്ട് അറിയാം, ഇവർ നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കിയവർ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കാനും അതേ രീതിയിൽ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പെരുമാറാനും ഒക്കെയാണ് ഇവർ ചിന്തിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയം 7 ഓഫ് കോയിൻസ് ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അവരുടെ ഉള്ളിലേക്ക് ഒരു അഗ്നി പോലെ ഇത് ഇങ്ങനെ ജ്വലിക്കുന്ന ഒരു അവസ്ഥ. കാരണം ഇത് വേണം എന്നൊരു ചിന്ത. ഇവരുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ എന്തെങ്കിലും ഒരു കാര്യം ഇവർക്ക് വേണമെന്ന് തോന്നി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ അത്രയും ആഗ്രഹിക്കുകയാണെങ്കിൽ ഇവർ അത് നേടുക തന്നെ ചെയ്യും. ചിലപ്പോൾ നിങ്ങളുടെ കാര്യത്തിലും അത് തന്നെയായിരിക്കാം സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ നേടാനായിട്ട് അത്രയും അങ്ങേയറ്റം ട്രൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവരായിട്ട് തന്നെയായിരിക്കാം ഈ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ടുമാണ് ഇവർ ഈ രീതിയിലേക്ക് നിങ്ങളെ മാറ്റിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് വീണ്ടും അതേ ഇമോഷൻസ് അല്ലെങ്കിൽ അതേ പാഷനേറ്റ് ആയിട്ടാണ് അവർ നിങ്ങളെ നോക്കി കാണുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പെയിൻ, രണ്ടെന്ന് പറയുന്നത് ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു തിരിച്ചറിവ്, എല്ലാം കൂടെ വന്നപ്പോഴേക്കും ആകെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും ഇതിനൊക്കെ ഒരു മാറ്റങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ബന്ധത്തിന്റെ വളർച്ച അത് സ്വന്തം കയ്യിലാണ് ഇരിക്കുന്നത്. ആ സ്വന്തം കയ്യിലിരിക്കുന്ന ആ ഒരു വളർച്ചയെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ആ ഒരു സന്തോഷം, ആ ഒരു പ്ലഷർ വീണ്ടും തിരിച്ചു കൊണ്ടുവരിക. നിങ്ങളുമായിട്ട് ഒന്നുകൂടെ ക്ലോസ് ആവണം. ആദ്യ സമയത്ത് എങ്ങനെയാണോ നിങ്ങളുടെ ബന്ധം ഉണ്ടായിരുന്നത് അതേ രീതിയിലുള്ള ഒരു കണക്ഷൻ വീണ്ടെടുത്തുകൊണ്ട് വീണ്ടും നിങ്ങളുമായിട്ട് ക്ലോസ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പൊരുത്തക്കേടുകൾ കാര്യങ്ങൾ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് പാച്ചപ്പ് ചെയ്ത് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഒരു സമയത്ത് നിങ്ങളുടെ കാര്യത്തിൽ ഇവർ വളരെയധികം പോസസീവ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ. പക്ഷെ പിന്നെ ഇവരുടെ കാര്യങ്ങളിലേക്ക് മാത്രമായിട്ട് ആ ഒരു പോസസീവ്നെസ് മാറി. അതാണ് ആ ഒരു സെൽഫിഷ്നെസ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സെൽഫിഷ്നെസ് മൈൻഡിലേക്ക് പോയപ്പോൾ നിങ്ങൾക്കുള്ള പ്രയോറിറ്റി ഇവർ
കുറച്ചു, അല്ലെങ്കിൽ അത് അങ്ങനെ ആയിപ്പോയി. ഇവര് പോലും അറിയാതെ ഇവരുടെ ഉള്ളിൽ വളർന്നു വന്ന ഈഗോ, അത് തന്നെയാണ് ആ ഒരു മാറ്റത്തിനുള്ള കാരണം. എന്നാൽ ഇപ്പൊ ഇവര് അതിലൊക്കെ മാറ്റം വന്നിട്ട് നിങ്ങൾക്ക് പ്രയോറിറ്റി നൽകുക എന്നുള്ളത് മാത്രമല്ല, വീണ്ടും നിങ്ങളിലേക്ക് ആ ഒരു പൊസസീവ്നെസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ജസ്റ്റ് മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. അപ്പൊ ഇവര് ചിലപ്പോൾ നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ചേഞ്ചസ്, അതിപ്പോ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വന്നിരിക്കുന്ന മാറ്റം ഇവരെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്നുണ്ട്. ആ ഒരു ആകർഷണമൊക്കെ തന്നെയാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇവരുടെ ചിന്താഗതികൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒരുപാട് ഈ ഒരു പേഴ്സൺ ഡ്രീം ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ആ ഒരു സെലിബ്രേഷൻ ഒക്കെ ഇവർ ഇമാജിൻ ചെയ്യുകയാണ്. നമുക്ക് ഓൾറെഡി മാനിഫെസ്റ്റേഷൻ വെച്ച് കിട്ടിയായിരുന്നു. അവർ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു. നിങ്ങളുമായിട്ടുള്ള ബന്ധം വളരെ നല്ല രീതിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളാണ് അവരുടെ ഡെസ്റ്റിനി. ആ ഒരു ഡെസ്റ്റിനിയിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ അതിൽ ചിലപ്പോൾ ഒരുപാട് സ്ട്രഗിളിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരുപക്ഷെ അതായിരിക്കാം നിങ്ങളുടെ ബന്ധത്തിൽ ഈ നടന്നു പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ. ഇതൊരു ട്രൂ ലവ് തന്നെയാണ്. അതുകൊണ്ടാണ് വീണ്ടും ഇത് അവരുടെ മനസ്സിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വിട്ടു പോരാനായിട്ട് സാധിക്കാത്തത്. നിങ്ങളാണെന്നുണ്ടെങ്കിലും ഇവരാണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി വിട്ടുപോയ പേഴ്സൺ അല്ല. നമ്മളത് പറഞ്ഞായിരുന്നു. നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ആ ഒരു കണക്ഷൻ ഇങ്ങനെ ഉടക്കി കിടക്കുന്ന അവസ്ഥയാണ്. കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ആ ഒരു ട്രൂ ലവ് ആണ് എന്നുള്ളതും പരസ്പരമുള്ള മനസ്സിന്റെ ആ ഒരു ബോണ്ടിങ് തന്നെയാണ് എന്നുള്ളതും ആ ഒരു സോൾ കണക്ഷൻ ആണ് എന്നുള്ളതും മനസ്സിലാക്കുകയാണ്. അതൊക്കെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു റിലാക്സേഷൻ മൈൻഡ് ഒക്കെ ഇവരുടെ മൈൻഡിലേക്ക് എത്തുന്നുണ്ട്. കാരണം നിങ്ങൾ എന്തായാലും പൂർണ്ണമായിട്ടും വിട്ടിട്ടൊന്നും പോയിട്ടില്ല. സൈലന്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായിട്ട് ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് മറക്കാനൊന്നും കഴിയില്ല. നിങ്ങൾക്ക് ഇവരോടുള്ളത് ആ ഒരു യഥാർത്ഥമായ ജെന്യുവൻ ആയിട്ടുള്ള സ്നേഹം തന്നെയായിരുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് പറ്റിയിരിക്കുന്ന തെറ്റുകൾ, കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവർ ഇതിനു വേണ്ടി പ്രവർത്തിക്കാതിരുന്നതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയ ഒരു ബന്ധം. അതിപ്പോ തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന പെയിൻ എന്ന് പറയുമ്പോൾ അവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് കിട്ടിയതും ആകും. ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ മാത്രമല്ല, എവിടെയാണോ നിങ്ങളെ വിട്ടിട്ട് പോയത് അവിടെ നിന്ന് ഏറ്റിരിക്കുന്ന മുറിവാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് ഈ ഒരു പേഴ്സന്റെ തോട്ട്സ് അല്ലെങ്കിൽ ഇവരുടെ ഇമോഷൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വളരെയധികം ഡീപ്പ് ആയിട്ടൊരു കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സന്തോഷവും സമൃദ്ധി, ആ ഒരു അബണ്ടൻസ് തിരികെ കൊണ്ടുവരിക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരിക. അതുപോലെ നിങ്ങളൊരു വെഡിങ്, ഒരു മാരേജിലേക്കൊക്കെ പോകാൻ നിന്നവരാണെന്നുണ്ടെങ്കിൽ ഇവരായിട്ടാണ് മാറി നിന്നിരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് കാണുന്ന ആ ഒരു സന്തോഷമൊക്കെ അനുഭവിച്ചറിയണം. ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർക്ക് നേരിട്ട് തന്നെ അറിയുകയും വേണം. അത് വളരെ സർപ്രൈസ് ആയിട്ടാണ് ഇവർ വെക്കുന്നത്. അതാണ് ആ ഒരു ചാരിറ്റി എനർജി എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇവർ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്ത് ഇവരെ ആദ്യം തന്നെ ഒന്ന് ഓക്കെ ആക്കിയതിന് ശേഷം വരിക എന്നുള്ളൊരു മെന്റാലിറ്റി ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഇമോഷൻ ബോണ്ടിങ് ഉള്ള ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ മനസ്സുകൊണ്ടിട്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ ആ ഒരു വിഷൻ മാറിയിരിക്കുന്നത് തന്നെയാണ്. എവിടേക്കാണോ വിഷൻ കൊടുക്കേണ്ടിയിരുന്നത് ആ ഒരു യഥാർത്ഥ സ്ഥലത്തേക്ക് ഇവരിപ്പോ വിഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ചില സമയത്ത് നേരെ മാത്രം പോവാതെ പല രീതിയിൽ പല സ്ഥലങ്ങളിൽ നിന്ന് നോക്കുമ്പോഴായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ലഭിക്കുന്നത്. അപ്പൊ ആ ഒരു ക്ലാരിറ്റി ലഭിച്ചിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഇവര്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്താണ് എന്നുള്ളത്, കറന്റ് ഫീലിങ്സ് എന്താണ് എന്നുള്ളത് നോക്കുമ്പോൾ കിട്ടുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ ലൈഫ് ലോങ് കൂടെ വേണമെന്ന് ചിന്തിക്കുന്നവരാണ്. മാത്രവുമല്ല വളരെ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് ആഗ്രഹിക്കുന്നവരാണ്. ഒരു സ്ട്രോങ് ബോണ്ടിങ് ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ചിന്തിക്കുന്ന ഒരു അവസ്ഥ. വൈകാരികപരമായിട്ട് ഒരു പുതിയ തുടക്കം, ഒരു ന്യൂ ചാപ്റ്റർ നിങ്ങളുമായിട്ട് തുടങ്ങാൻ വളരെ പ്രതീക്ഷയോടുകൂടി മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പേഴ്സൺ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിനെ ക്ലെയിം ചെയ്യാവുന്നതുമാണ്. ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് ക്ലെയിം ചെയ്യാം. അപ്പൊ ഈ ഒരു സമയത്ത് റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് ഇവിടെ നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തിയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും ഈ ഒരു ക്ലൂസ് എത്രമാത്രം കണക്റ്റഡ് ആണ് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ക്ലൂസ് മാത്രമല്ല കേട്ടോ, എനർജീസും സിറ്റുവേഷൻസും എല്ലാം നോക്കണം. എച്ച് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. മകം എന്നൊരു സ്റ്റാർ, മലപ്പുറം ഡിസ്ട്രിക്റ്റ്, ആയില്യം, എൻ എന്നൊരു ലെറ്റർ, എസ് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രം, ഡി എന്നൊരു ലെറ്റർ, വി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്.
3 എന്നൊരു ലെറ്റർ, 1990, ഉത്രം, 10 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഡേറ്റ് ആയിട്ടും ഡേയ്സ് ആയിട്ടും എടുക്കാം. ലിയോ, 38, എറണാകുളം ഡിസ്ട്രിക്റ്റ്, എം എന്നൊരു ലെറ്റർ, 25, ബി, വി എന്നൊരു ലെറ്റർ, ഓഗസ്റ്റ് മന്ത്, 1986, 19, ഭരണി എന്നൊരു സ്റ്റാർ, കാലിക്കറ്റ്, എൻ എന്നൊരു ലെറ്റർ, കൊല്ലം എന്നൊരു ഡിസ്ട്രിക്റ്റ്. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഒക്കെ നിങ്ങൾ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ റീഡിംഗ് ആയിട്ടും കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അറിയിക്കണം. നാളെ വീണ്ടും നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.